നയവും എന്നേ ഉപേക്ഷിച്ചവരാണ് കോൺഗ്രസുകാർ. അവർക്കിന്ന് നിലനിൽപ്പാണ് പ്രശ്നം. അതിനുവേണ്ടി എന്തും ചെയ്യുക എന്നതാണ് പുതിയ പരിപാടി. അതിന്റെ ഭാഗമായാണ് വയനാട്ടിൽ രാഹുൽ സ്വന്തം പാർട്ടി പതാക ഉപേക്ഷിച്ച റോഡ് ഷോ നടത്തിയത്. കോൺഗ്രസിന്റെ ചരിത്രവും നേതാക്കളുടെ ജയപരാജയവും തമ്മിലുള്ള കണക്കെടുപ്പ് നടത്തിയാൽ ഉത്തർപ്രദേശിന് അതിൻ്റെതായ ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന്റെ കണക്കെടുപ്പ് നടത്തിയാൽ അത് മുഴച്ചു നിൽക്കും. നെഹ്റുവും ഇന്ദിരയും രാജീവും സോണിയയും രാഹുലുമെല്ലാം ഉത്തർപ്രദേശിന്റെ സന്തതികളാണ്. റായ്ബറേലിയിലും അമേഠിയിലും ഉപേക്ഷിച്ച് അവർക്കൊരു കളിയില്ല. പാർട്ടിക്ക് തന്നെ ദിശ തെറ്റിയാൽ കളി തമാശയ്ക്ക് കഥയില്ലല്ലോ. അമേഠി ഉപേക്ഷിച്ച് രാഹുൽ തിരഞ്ഞത് അല്ലലില്ലാതെ ജയിക്കാനൊരു മണ്ഡലമാണ്. അങ്ങനെയാണ് വയനാട്ടിലെത്തിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി രാഹുലിന് വയനാട്ടിൽ കണ്ണുവീണത്. അവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ രാഹുലിനെ സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ കൊടികളേക്കാൾ മുസ്ലിം ലീഗിന്റെ കൊടികളാണ് നിരുന്നത്. ഇത് വലിയ വാർത്തയാണ് ഉണ്ടാക്കിയത്. പാകിസ്ഥാന്റെ പതാകയും ലീഗിന്റെ കൊടിയും തമ്മിൽ ഏറെ വ്യത്യാസമൊന്നുമില്ല. ഉത്തരേന്ത്യൻ വാർത്താ മാധ്യമങ്ങൾ അതുവച്ച് ആഘോഷിച്ചു. രാഹുലിന്റെ റാലിയിൽ പാകിസ്ഥാൻ കൊടികളുമെന്ന പ്രചാരണം വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാവണം ഇത്തവണ ലീഗിന്റെ കൊടി വേണ്ടെന്ന നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഞങ്ങളുടെ വോട്ട് വേണം, പക്ഷേ കൊടി പറ്റില്ലെന്ന ന്യായം നടക്കില്ല എന്ന് മുസ്ലിം ലീഗും പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്കാരുടെയും കൊടിയില്ലാതെ റോഡ് ഷോ നടത്താമെന്ന ധാരണയുണ്ടാക്കി. ലീഗിന്റെ വോട്ട് കിട്ടാൻ കൊടിയല്ല എന്തും ഉപേക്ഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ ദയനീയ ചിത്രമാണ് വയനാട്ടിൽ കണ്ടത്. BJP ഭയന്നാണ് സ്വന്തം പതാക പോലും കോൺഗ്രസ് ഒളിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പരിഹസിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം, പതാക പാടില്ല എന്നത് പാതകമാണ്. ഇത് പാകിസ്ഥാൻ കൊടിയല്ല, ഭാരതത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയാണെന്ന് പറയാൻ കോൺഗ്രസിന് കരുത്ത് നഷ്ടപ്പെട്ടു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം. സ്വാതന്ത്ര്യ സമരത്തിന് ഉയർത്തിപ്പിടിച്ച പതാക കോൺഗ്രസിന്റെ പതാകയാക്കി ഉയർത്തിപ്പിടിക്കാൻ നേതാക്കൾക്ക് ഊർജം നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ലീഗിന്റെ കൊടിയെ മാറ്റി നിർത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് SDPIയെ പ്രീണിപ്പിക്കാനാണെന്ന് വ്യക്തമാണ്. ഏപ്രിൽ 1-നാണ് SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇത് BJP അടക്കം ചർച്ചാ വിഷയമാക്കി. ഇതോടൊപ്പമാണ് ഏപ്രിൽ 3-ന്റെ റോഡ് ഷോയിൽ പതാക ഉപേക്ഷിച്ചത്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയത് തന്നെ ഒരുതരം അശ്ലീല രാഷ്ട്രീയമാണ്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ് രാഹുൽ. ഈ മുന്നണിയുടെ ഡൽഹിയിലെ പ്രമുഖ നേതാവാണ് CPIയിലെ ആനി രാജ. ഡൽഹിയിൽ രാഹുലും ആനി രാജയും ഒരുമിച്ചിരുന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ മോഹിച്ചാണ് ആനി രാജ മത്സരരംഗത്തിറങ്ങിയത്. അങ്ങനെ ഒരാൾ വയനാട്ടിലുള്ളപ്പോൾ എന്തിനാണ് രാഹുലിന്റെ വരവെന്ന ചോദ്യം സർവ്വസാധാരണമാണ്. ഇതും സ്വന്തം പതാക പോലും ഉപേക്ഷിച്ചുള്ള ഈ യാത്ര തികച്ചും സംശയാസ്പദമാണ്. ആരെ പറ്റിക്കാനും കബളിപ്പിക്കാനുമാണ് ആനി രാജയുടെയും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം. ആനി രാജയെ ജയിപ്പിക്കാൻ നിൽക്കുന്ന മാർക്സിസ്റ്റുകാർക്കും ഇത് വിനയാണ്. പഴയ UPA മോഡൽ സഖ്യമുണ്ടാക്കി ഭരിക്കാനാണെങ്കിലും കഴിയണമെങ്കിൽ വയനാട്ടിൽ രാഹുൽ ജയിക്കണ്ടേ? പിന്നെന്തിനാണ് ആനി രാജയ്ക്ക് വോട്ട്? ഈ പശ്ചാത്തലത്തിലാണ് വയനാട്ടിൽ NDA ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെ പ്രവർത്തകർക്ക് ഉത്സാഹവും പുതിയ ഊർജവും ലഭിച്ചിട്ടുണ്ട്. കബളിപ്പിക്കാനിറങ്ങിയ ഇരു മുന്നണികൾക്കും നടുവിൽ ഉണർവിന്റെയും ഉന്മേഷത്തിന്റെയും പുതിയ താരോദയമായി സുരേന്ദ്രൻ മാറിയിരിക്കുകയാണ്. അതുതന്നെയാകട്ടെ വയനാട്ടുകാരുടെ വിധിയെഴുത്തും.